പോയി കഴിഞ്ഞാൽ നല്ലൊരു ഗുഹയിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമയത്തും ടിപ്പും കാര്യങ്ങളൊക്കെയാണല്ലേ. പിന്നെ ടിപ്പും കാര്യങ്ങളൊന്നും അല്ല, ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള സമാധാനമായിട്ടൊരു അന്തരീക്ഷവും അതല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ ആയിട്ടുള്ള എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരമായാലും നല്ല ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ. നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നൊരു സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വേണം. അതുപോലെ ഒരു ദിവസം ആസ്വദിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ വാഗമണിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വാഗമണി വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു റിസോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു റിസോർട്ടിലേക്ക് നമുക്ക് വന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് നമുക്ക് വരാം. എങ്കിൽ കൂടി കൂടുതലും ഇവിടെ നമുക്ക് സൗകര്യമുള്ള ബാച്ചിലേഴ്സ് ആണ്. നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും അവരത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാഗമണ്ണി വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും നമുക്ക് കാണാനും ആസ്വദിക്കാനും ഉള്ള ഏരിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ പാർക്ക്, ഈ പൈൻ ഫോറസ്റ്റ് ആണ്. ഇത് നമ്മൾ ഈ ഒരു റിസോർട്ടിന്റെ ഒരു 4 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടെയൊക്കെ പോയി നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ല പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇതൊന്ന് നോക്കാം. ഈ തോട്ടങ്ങളിലൊക്കെ നല്ല മനോഹരിതമായ ഭംഗിയില് നമ്മുടെ ഈ മെയിൻ റോഡിന്റെ ഒരു 100 മീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ ഈ ഒരു വെർട്ടിക്കൽ ഫാം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനുള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഗുഹയിലൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫാം റിസോർട്ടിന്റെ എൻട്രൻസ് ഏരിയയിൽ കാണുന്നത്. ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലൈറ്റിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നൈറ്റ് തന്നെ വന്നാൽ മാത്രമേ പറ്റും. നമ്മൾ നേരത്തെ വന്നാൽ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്കൊരു അത്യാവശ്യം ഒരു 3 വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്തിടാൻ പറ്റും. അവിടെ റൂം ഫെസിലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് 3 റൂംസ് ആണ് ഉള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ പേഴ്സൺ, അതുപോലെ നമ്മുടെ ബാച്ചിലേഴ്സ് ഒക്കെ നമ്മളൊരു എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണോ ഇവിടെ. എല്ലാവരും കൂടെ ചേർന്ന് ബാച്ചിലേഴ്സ് ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് 4 റൂംസ് ആണ് ഉള്ളത്. ആ 4 റൂംസിൽ 20 പേരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. റൂം സർവീസിന്റെ കാര്യം പ്രത്യേകം പറയണം കേട്ടോ. നമുക്കൊരു മനസ്സിനൊരു കുളിർമ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് കുക്കിംഗ് ആട്ടോ. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമ്മുടെ പ്രൈവസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കയ്യിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിവിടെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് തയ്യാറാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐറ്റംസിനൊക്കെ പ്രൈസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവർ തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എത്തിച്ചു തരുന്നതായിരിക്കും. നമുക്ക് നല്ലൊരു കിച്ചൺ ഏരിയ തന്നെയാണ്. അത് നമുക്കിവിടെ പാട്ടൊക്കെ വെച്ച് നല്ലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ രാത്രി സമയങ്ങളായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ വന്നപ്പോൾ പകലാണ്, നമുക്കന്നേരം ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സെൽഫായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കും. അതുപോലെ നമുക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞ് പ്രൈസും കൊടുക്കുകയാണെങ്കിൽ സർവീസ് ചെയ്ത് തരും. നമ്മുടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒരു ഹാഫ് ആൻ അവറിൽ നമുക്കത് എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റിയുള്ള ഫുഡും കൂടെ ആണ് നമുക്ക് നമുക്കത് നോക്കാം. നമുക്ക് മീനിന്റെ ആളായത് നമുക്ക് മീൻ കറി നമുക്ക് ആദ്യം എടുക്കട്ടോ. ചോറാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മീൻ കറിയിലെ ഈ ഒരു കഷ്ണം കൂടി ചേർത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറ്റും നമുക്ക് നോക്കാൻ പറ്റും. നല്ലൊരു പച്ചക്കറി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ. നമുക്ക് ഫുഡിന്റെ കാര്യത്തിലായാലും നമുക്ക് ഇങ്ങനെ ഒരു സർവീസിനായാലും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണല്ലോ നല്ലൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. അപ്പൊ പ്ലേയിങ് ഏരിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബാച്ചിലേഴ്സിന് ഷട്ടിൽ കളിക്കാനും അതുപോലെ ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ നല്ലൊരു സൗകര്യം. അത്യാവശ്യം നല്ല ഏരിയ തന്നെയുണ്ട് പ്ലേയിങ് ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ഇവിടുത്തെ ഫാമും കാര്യങ്ങളൊക്കെ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്തുള്ളത്. നല്ല പച്ചപ്പും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഇതിനിടയിൽ തന്നെ നല്ലൊരു ക്യാമ്പ് ഫയർ ഇതിലൂടെ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ക്യാമ്പ് ഫയർ കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് കുറെ കൂടെ നമുക്ക് ഇവിടെ ഓപ്പൺ കിച്ചണിൽ തന്നെ നമുക്ക് ഫുഡിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി നമുക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ എൻജോയ്മെന്റ് കാര്യങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സഹായിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാക്സിമം എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് നോക്കുക. നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്നും പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും